ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 6ാമത്തെ ചാപ്റ്ററായ ഹീറ്റ് ഇൻ എവ്രിഡേ ലൈഫ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 അവസാനമായിട്ട് നമ്മൾ നോക്കിയത് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ സോളിഡ്സ് ആണ്. ഇനി നോക്കാൻ പോകുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസ്. ഹാവൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ സോളിഡ് ടേക്സ് പ്ലേസ് ത്രൂ കണ്ടക്ഷൻ? By which method does transmission of heat occur in liquid and gas? അപ്പോൾ നമുക്കറിയാം എന്താ സോളിഡിൽ ഈ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് എങ്ങനെയാണ്? കണ്ടക്ഷൻ വഴിയാണെന്ന്. ഇനി ലിക്വിഡിലും ഗ്യാസിലും എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതൊരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് നോക്കുന്നത്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. മെറ്റീരിയൽസ് റിക്വയർഡ്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാം എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. എ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ജാർ വിത്ത് എ ലിഡ്. അടപ്പോട് കൂടിയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ജാർ വേണം. എ ഗ്ലാസ് ടംബ്ലർ വിത്ത് ദ സെയിം ഡയാമീറ്റർ ആസ് ദാറ്റ് ഓഫ് ദി ജാർ. ഈ ജാറിൻ്റെ അതേ വാവട്ടമുള്ള ഒരു ഗ്ലാസ് ടംബ്ലർ വേണം. പിന്നെ മേസൺ പൈപ്പ് വേണം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വേണം, ഹോട്ട് വാട്ടർ വേണം, കോൾഡ് വാട്ടർ വേണം. ഇനി എക്സ്പെരിമെൻറ്റ് നോക്കാം. മേക്ക് 2 ഹോൾ ഓൺ ദ ലിഡ് ഓഫ് ദി പ്ലാസ്റ്റിക് ജാർ. പ്ലാസ്റ്റിക് ജാറിൻ്റെ ലിഡിൻ്റെ മുകളിൽ എന്താണ് 2 ഹോൾ ഉണ്ടാക്കുക. Fix a 10 cm long mason pipe in each hole in a airtight manner. എന്നിട്ട് ആ 2 ഹോളിലും എന്താണ് 10 സെൻറ്റിമീറ്റർ നീളമുള്ള മേസൺ പൈപ്പ് വായു കടക്കാത്ത രീതിയിൽ ഫിക്സ് ചെയ്യുക. ടേക്ക് എ ഹോട്ട് വാട്ടർ ഇൻ ദ ഗ്ലാസ് ടംബ്ലർ ഹാവിംഗ് ദ സെയിം ഡയാമീറ്റർ ആസ് ദാറ്റ് ഓഫ് പ്ലാസ്റ്റിക് ജാർ. ആഡ് സം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഗ്രാനുൾ ടു ഇറ്റ്. എന്നിട്ട് എന്താണ് ഗ്ലാസ് ടംബ്ലർ എടുക്കുക. ഗ്ലാസ് ടംബ്ലറിൽ എന്താണ് കുറച്ച് ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് ആ ചൂടുവെള്ളത്തിലേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ തരികൾ, ഗ്രാനുവൽ എന്ന് പറഞ്ഞാൽ തരികൾ ഇടുക. അപ്പോൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് എന്താണ് എന്ത് കളറാണെന്ന് നിങ്ങൾക്കറിയോ? അതൊരു വയലറ്റ് കളറാണ് ഉള്ളത്. അപ്പോൾ ഹോട്ട് വാട്ടറിലേക്ക് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കളർ എന്തായിരിക്കും? വാട്ടറിൻ്റെ കളറ് ഒരു വയലറ്റ് കളറാവും. ടേക്ക് സം കോൾഡ് വാട്ടർ ഇൻ ദ പ്ലാസ്റ്റിക് ജാർ ആൻഡ് ക്ലോസ് ഇറ്റ് വിത്ത് ദ ലിഡ് ഫിറ്റഡ് വിത്ത് ദ മേസൺ പൈപ്പ്. അങ്ങനെ ആ ലിഡ് മീസൺ പൈപ്പ് വെച്ചിട്ടുള്ള ആ ലിഡ് വെച്ചിട്ട് ജാർ അടക്കുകയാണ്. അപ്പം അതിന് മുന്നേ ജാറിൽ എന്താണ് കോൾഡ് വാട്ടർ എടുക്കുന്നുണ്ട്. പ്ലേസ് ദിസ് പ്ലാസ്റ്റിക് ജാർ അപ്സൈഡ് ഡൗൺ ഓവർ ദി ഗ്ലാസ് ടംബ്ലർ ഫിൽഡ് വിത്ത് ഹോട്ട് വാട്ടർ കണ്ടെയ്നിങ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഹോട്ട് വാട്ടർ അടങ്ങിയിട്ടുള്ള ആ ഗ്ലാസ് ടംബ്ലറിൻ്റെ മുകളിൽ എന്താണ് ഈ പ്ലാസ്റ്റിക് ജാർ വെക്കുകയാണ്. ഇതാ ചിത്രം നോക്കൂ ഇതുപോലെ. അപ്പോൾ ആ വയലറ്റ് കളറിലുള്ളത് ഹോട്ട് വാട്ടറും മുകളിലുള്ളത് കോൾഡ് വാട്ടറുമാണ്. വാട്ട് ഡു യു ഒബ്സർവ്? അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്താണ് കാണാൻ നിരീക്ഷിക്കാൻ പറ്റുന്നത്? ഡിസ്കസ് ആൻഡ് റെക്കോർഡ് ഇൻ ദ സയൻസ് ഡയറി. അപ്പം ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ആ 2 മേസൺ പൈപ്പ് ഉണ്ട്. ആദ്യത്തെ ഒരു മേസൺ പൈപ്പിലൂടെ എന്താണ് വയലറ്റ് കളറുള്ള ഹോട്ട് വാട്ടർ മുകളിലേക്ക് പോകുമ്പം മറ്റേ പൈപ്പിലൂടെ എന്താണ് കോൾഡ് വാട്ടർ താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. വെൻ ഹോട്ട് വാട്ടർ ഫ്ലോ അപ്പ് ത്രൂ one mason pipe and cold water flow down through other pipe. Okay, does the water in the plastic jar at the top flow down? അതായത് ജാറിലുള്ള ആ കോൾഡ് വാട്ടർ എന്താണ് താഴേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ക്യാൻ യു സീ ദ കളേർഡ് ഹോട്ട് വാട്ടർ ഇൻ ദ ഗ്ലാസ് ടംബ്ലർ ഫ്ലോയിങ് അപ്വേർഡ്? ആ കളേർഡ് ആയിട്ടുള്ള ഹോട്ട് വാട്ടർ മുകളിലേക്ക് കുഴലിലൂടെ പോകുന്നതായിട്ട് കാണാനുണ്ടോ? ഉണ്ട് അല്ലേ. What caused the water in the jar at the top to flow down through one pipe and the water in the glass at the bottom to flow up through the other pipe? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു പൈപ്പിലൂടെ വെള്ളം താഴേക്ക് വരാനും മറ്റേ പൈപ്പിലൂടെ വെള്ളം മുകളിലേക്ക് വരാനും കാരണം എന്തായിരിക്കും കാരണം? അപ്പോൾ ഈ 2 വാട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് കോൾഡാണ്, ഒന്ന് ഹോട്ടാണ്. അപ്പോൾ എന്താ ടെമ്പറേച്ചറിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടേഴ്സ്. അപ്പോൾ ഈ 2 വെള്ളത്തിനിടക്കുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമാണ് ഹോട്ട് വാട്ടർ എന്താണ് ഒരു മീസൺ പൈപ്പിലൂടെ മുകളിലേക്ക് പോവുകയും പിന്നെ കോൾഡ് വാട്ടർ മറ്റൊരു പൈപ്പിലൂടെ താഴേക്ക് വരികയും ചെയ്യുന്നത്. റൈറ്റ് യുവർ ഇൻഫറൻസ് ഇൻ ദ സയൻസ് ഡയറി കൺസിഡറിങ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ ഇൻ ജാർ ആൻഡ് ഗ്ലാസ് ടംബ്ലർ. വെൻ ഹോട്ട് വാട്ടർ ഫ്ലോസ് അപ്പ് ത്രൂ one mason pipe, cold water flows down through the other pipe. This cold water becomes hot and rise up again. Thus heat spread throughout the liquid. അതായത് ഹോട്ട് വാട്ടർ എന്താണ് ഒരു മേസൺ പൈപ്പിലൂടെ മുകളിലേക്ക് ഫ്ലോ ചെയ്യും. കോൾഡ് വാട്ടർ എന്താണ് മുകളിൽ നിന്ന് അടുത്ത മേസൺ പൈപ്പിലൂടെ താഴേക്ക് ഫ്ലോ ചെയ്യും.
എന്നിട്ട് എന്താണ് അപ്പോൾ ആ തണുത്ത ആ കോൾഡ് വാട്ടർ എന്താണ് താഴെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ചൂടായിട്ട് മറ്റേ മേസൺ പൈപ്പിലൂടെ മുകളിലേക്ക് തന്നെ പൊന്തും. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ എന്താണ് ആ ഹീറ്റ് ആ ലിക്വിഡിൽ മൊത്തം എന്താണ് സ്പ്രെഡ് ആവും. ദസ് ഹീറ്റ് സ്പ്രെഡ് ത്രൂ ദി ലിക്വിഡ്. ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് ഹീറ്റ് വാസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഹോട്ട് വാട്ടർ ടു കോൾഡ് വാട്ടർ ബൈ ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ. അപ്പോൾ ഇവിടെ എന്താണ് ഹീറ്റിൻ്റെ ട്രാൻസ്മിഷൻ നടന്നത് എങ്ങനെയാണ്? മോളിക്യൂൾസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വഴിയാണ്. Here the heat energy is transferred when the molecules move across. Heat transmission occur in all liquid by the displacement of molecules. അപ്പോൾ നമുക്ക് പറയാം എല്ലാ ലിക്വിഡ്സിലും ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് മോളിക്യൂൾസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വഴിയാണെന്ന്. ഇനി ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ ഗ്യാസ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്യാസിൽ ഹീറ്റിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നതാണ്. അപ്പോൾ ലിക്വിഡിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് എല്ലാവർക്കും മനസ്സിലായില്ല. അതായത് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് വഴിയാണ് ലിക്വിഡിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇനി ഗ്യാസിൽ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് നോക്കാം. ഡസ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഒക്കർ ഇൻ ഗ്യാസ് ആസ് ഇൻ ലിക്വിഡ്? ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാണ്. മെറ്റീരിയൽസ് റിക്വയർഡ് 1 PVC പൈപ്പ് ഓഫ് 5 cm ഡയാമീറ്റർ ആൻഡ് 30 cm ലെങ്ത്, ആൻഡ് ഇൻസെൻസ് സ്റ്റിക്ക്, എ മാച്ച് ബോക്സ്, എ കാൻഡിൽ. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം? ഒരു PVC പൈപ്പ് വേണം, 5 cm ഡയാമീറ്റർ 30 cm ലെങ്ത് ഉള്ള ഒരു PVC പൈപ്പ് വേണം, പിന്നെ ചന്ദനത്തിരി വേണം, തീപ്പെട്ടി വേണം, കാൻഡിൽ വേണം. ഇനി എക്സ്പെരിമെൻറ്റ് നോക്കാം. മേക്ക് എ പെൻസിൽ സൈസ്ഡ് ഹോൾ അറ്റ് ദി ഹൈറ്റ് ഓഫ് 8 cm ഓൺ 1 end ഓഫ് ദി PVC പൈപ്പ്. അതായത് PVC പൈപ്പിൻ്റെ ഒരു എൻഡിൽ ഒരു പെൻസിലിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു ഹോള് ഉണ്ടാക്കാം. പ്ലേസ് എ ലൈറ്റഡ് കാൻഡിൽ ഓൺ ദി ടേബിൾ. എന്നിട്ട് എന്താണ് ഒരു മെഴുകുതിരി കത്തിച്ച് ടേബിളിൻ്റെ മുകളിൽ വെക്കുക. അറേഞ്ച് ദ പൈപ്പ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ സോ ദാറ്റ് ദ കാൻഡിൽ കംസ് ഇൻസൈഡ് ദി PVC പൈപ്പ്. എന്നിട്ട് എന്താണ് PVC പൈപ്പ് കാൻഡിലിൻ്റെ മുകളിൽ വെക്കുക, ചിത്രത്തിൽ കാണുന്നത് പോലെ കാൻഡിലിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ. While arranging the pipe, the portion with the holes should come the bottom. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ആ PVC പൈപ്പിൻ്റെ ഹോൾ താഴേറ്റ് വരണം. Light the incense stick and watch the smoke rising up. Bring the lighted incense stick near the hole on the pipe. Observe the direction of flow of smoke. What change do you observe? എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഒരു ഇൻസെൻസ് സ്റ്റിക്ക്, ഒരു ചന്ദനത്തിരി കത്തിച്ച് ആ ഹോളിൻ്റെ അവിടെ കൊടുന്ന് കാണിക്കാം. അപ്പോൾ എങ്ങടാണ് ആ ഒരു പുകയുടെ ഡയറക്ഷൻ എവിടേക്കാണെന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും? ആസ് ദി എയർ ഇൻസൈഡ് ദി PVC പൈപ്പ് വാം അപ്പ് ആൻഡ് റൈസ്, കൂൾ എയർ ഫ്ലോ ഇൻ ടു ദാറ്റ് സ്പേസ് ത്രൂ ദി ഹോൾ. അതായത് ആ PVC പൈപ്പിനകത്ത് എന്തുണ്ട്? എയർ ഉണ്ട്. അങ്ങനെ അവിടെ എന്താ ചൂട് കിട്ടുമ്പം ആദ്യത്തെ എയർ എന്താണ് ചൂടായിട്ട് മുകളിലേക്ക് പൊന്തും. അപ്പോൾ മുകളിലേക്ക് പൊന്തിപ്പോവും. അങ്ങനെ എന്താണ് കൂൾ എയർ ഫ്ലോ ഇൻ ടു ദാറ്റ് സ്പേസ്. എന്നിട്ട് ആ സ്പേസിലേക്ക് എന്താണ് ആ ഹോളിലൂടെ പുറത്ത് നിന്ന് കൂളായിട്ടുള്ള എയർ വരും, അകത്തേക്ക് വരും. അലോങ് വിത്ത് ദിസ് ഫ്ലോ ഓഫ് എയർ ദ സ്മോക്ക് ഫ്രം ദ ഇൻസെൻസ് സ്റ്റിക്ക് ഓൾസോ എൻ്റർ. അപ്പോൾ ആ കൂളായിട്ടുള്ള എയർ ഹോളിലൂടെ PVC പൈപ്പിൻ്റെ അകത്തേക്ക് വരുമ്പം ആ എയറിൻ്റെ കൂടെ ഈ ചന്ദനത്തിരിയുടെ എന്താണ് പുകയും കൂടിയും വരുന്നതാണ് പറയുന്നത്. ദ എയർ ദസ് എൻറ്റഡ് ഓൾസോ ഗെറ്റ് ഹീറ്റഡ് ആൻഡ് റൈസ് അപ്പ്. അപ്പോൾ അവിടെ മെഴുകുതിരി ഉള്ളിൽ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുറത്തുനിന്ന് വരുന്ന കൂളായിട്ടുള്ള എയറും അതേപോലെ തന്നെ ചന്ദനത്തിരിയുടെ പുകയും പൊങ്ങിപ്പോവും. ഹിയർ ഓൾസോ ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പാർട്ട് ടു അനദർ ബൈ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ആസ് ഇൻ ലിക്വിഡ്. ഇൻ ദിസ് വേ ദാറ്റ് ഹീറ്റ് സ്പ്രെഡ് ഇൻ ദ എയർ ഇൻസൈഡ് ദി പൈപ്പ്. അതായത് ലിക്വിഡിലെ പോലെ ഇവിടെ എന്താണ് ഹീറ്റിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മോളിക്യൂൾസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വഴിയാണ്. അങ്ങനെ ഇതുവഴി എന്താണ് ആ പൈപ്പിന് ഉള്ളിൽ ഫുള്ള് ഹീറ്റ് സ്പ്രെഡ് ആവും. In both experiment you have conducted transmission of heat was due to the motion of molecule, wasn't it? അപ്പോൾ രണ്ട് എക്സ്പെരിമെൻറ്റിലും എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മോളിക്യൂൾസിൻ്റെ മോഷൻ, മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വഴിയാണ്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് കൺവെക്ഷൻ. അപ്പോൾ കൺവെക്ഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. Convection is the method of transmission of heat in gas and liquid by the displacement of molecules. മോളിക്യൂൾസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വഴി ലിക്വിഡിലും ഗ്യാസിലും ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൺവെക്ഷൻ. What is the role of molecule in the transmission of heat by conduction and convection? ഇങ്ങനെ കണ്ടക്ഷനും കൺവെക്ഷനും ഒക്കെ നടക്കുന്ന സമയത്ത് മോളിക്യൂൾസിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മോളിക്യൂൾസ് എന്താണ് മീഡിയ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. Heat can be
ക്യാൻ ഹീറ്റ് ബി ട്രാൻസ്മിറ്റഡ് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് മീഡിയം. ഇനി ഒരു മീഡിയത്തിൻ്റെയും ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നോക്കാം. യു നോ ദാറ്റ് ദ എർത്ത് ഗെറ്റ് ഹീറ്റ് മെയിൻലി ഫ്രം ദി സൺ. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ എർത്ത് ഹീറ്റ് ആവുന്നത്, ചൂടാവുന്നത് സണ്ണ് കാരണമാണ്. ഹൗ ഡസ് ദ ഹീറ്റ് ഫ്രം ദി സൺ റീച്ച് ദി എർത്ത്? We also know that there is a vacuum area between the sun and the earth. This vacuum area is spread over 15 crore kilometer. അപ്പോൾ എങ്ങനെയാണ് ഈ സണ്ണിൽ നിന്നുള്ള ഹീറ്റ് നമ്മുടെ എർത്തിലെത്തുന്നത്? നമുക്കറിയാം സണ്ണിനും എർത്തിനും ഇടയ്ക്ക് എന്താണ് വാക്വം ഏരിയ ഉള്ളത് 15 കോടി കിലോമീറ്ററോളം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ്. ഡസ് ഹീറ്റ് ഫ്രം ദി സൺ റീച്ച് ദി എർത്ത് ബൈ കണ്ടക്ഷൻ ഓർ കൺവെക്ഷൻ? കണ്ടക്ഷനോ കൺവെക്ഷനോ വഴിയായിരിക്കും സണ്ണിൽ നിന്ന് ഹീറ്റ് എർത്തിലെത്തുന്നത്. ദർ ഈസ് നോ മീഡിയം ബിറ്റ്വീൻ ദി എർത്ത് ആൻഡ് ദി സൺ, ദർഫോർ ഹീറ്റ് കനോട്ട് ബി ട്രാൻസ്മിറ്റഡ് ബൈ കണ്ടക്ഷൻ ഓർ കൺവെക്ഷൻ. അപ്പം എന്താണ് ഈ എർത്തിനും അതേപോലെ തന്നെ സണ്ണിനും ഇടയ്ക്ക് എന്താ മീഡിയം ഒന്നും തന്നെ ഇല്ല. അപ്പം നമുക്ക് പറയാം കണ്ടക്ഷനോ കൺവെക്ഷനോ വഴിയല്ല എർത്തിലേക്ക് സണ്ണിൽ നിന്നുള്ള ഹീറ്റ് എത്തുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും ഈ ഹീറ്റ് എർത്തിലെത്തുന്നത്? അതിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയേഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. റേഡിയേഷൻ ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് എ മീഡിയം. അതായത് ഒരു മീഡിയത്തിൻ്റെയും സഹായമില്ലാതെ ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെത്തേഡാണ് റേഡിയേഷൻ. ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഓൾ ഡയറക്ഷൻ ത്രൂ റേഡിയേഷൻ. ഹീറ്റ് ഫ്രം ദി സൺ റീച്ച് ദി എർത്ത് ബൈ ദി റേഡിയേഷൻ. അപ്പോൾ ഹീറ്റ് എന്താണ് എല്ലാ ഡയറക്ഷനിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സണ്ണിൽ നിന്നുള്ള ഹീറ്റ് എർത്തിലെത്തുന്നത് ഈ ഒരു മെത്തേഡ് വഴിയാണ്. വൈറ്റ് ഓർ സ്മൂത്ത് സർഫസ് റിഫ്ലക്ട് റേഡിയൻ ഹീറ്റ് മോർ ദാൻ ബ്ലാക്ക് ഓർ റഫ് സർഫസ്. അപ്പം എന്താണ് ബ്ലാക്ക് ആൻഡ് റഫ് സർഫസിനേക്കാൾ കൂടുതലായിട്ട് വൈറ്റ് ഓർ സ്മൂത്ത് സർഫസ് ആണ് ഈ റേഡിയൻ ഹീറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. റൈറ്റ് ഡൗൺ സം സിറ്റുവേഷൻ വേർ ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ റേഡിയേഷൻ. ഈ റേഡിയേഷൻ വഴി ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേറെ സിറ്റുവേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹീറ്റ് റീച്ചസ് ഡൗൺ ഫ്രം ദി ഗ്ലോയിങ് ഫിലമെൻറ്റ് ബൾബ്. അതായത് കത്തുന്ന ഒരു ഫിലമെൻറ്റ് ബൾബിൽ നിന്ന് ഹീറ്റ് പുറത്ത് വരുന്നത് ഈ ഒരു റേഡിയേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് വഴിയാണ്. വേറൊരു എക്സാമ്പിൾ എന്താ? സിറ്റിംഗ് നിയർ എ ക്യാമ്പ് ഫയർ വി ഫീൽ വാം. അതായത് നമ്മൾ ക്യാമ്പ് ഫയറിൻ്റെ ഒക്കെ അടുത്തിരിക്കുമ്പം അതേപോലെ അടുപ്പിൻ്റെ ഒക്കെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് ചൂട് ഫീൽ ചെയ്യും. അതും ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് വഴിയാണ് ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഡോണ്ട് യു അഡോപ്റ്റ് വേരിയസ് മെത്തേഡ് അറ്റ് ഹോം ടു കീപ് കുക്ക്ഡ് ഫുഡ് ഹോട്ട് ഫോർ ലോങ് ടൈം. അതായത് നമ്മൾ കുക്ക് ചെയ്ത ഫുഡിൻ്റെ ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പല മെത്തേഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് ആർ ദ കോമൺലി യൂസ്ഡ് ഡിവൈസ് ടു റെഡ്യൂസ് ഹീറ്റ് ലോസ്. അപ്പോൾ ഹീറ്റ് ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യാറ്? കേസറോൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, പിന്നെ ഫ്ലാസ്ക്, റൈസ് കുക്കർ, പിന്നെ അതുപോലെ വേറെ 2 ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡിവൈസ് എന്താണ്? ഹോട്ട് ബോക്സ്. വാട്ട് ഈസ് ഹോട്ട് ബോക്സ് യൂസ്ഡ് ഫോർ? അപ്പോൾ ഹോട്ട് ബോക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എ ഹോട്ട് ബോക്സ് ഇസ് എ സിസ്റ്റം യൂസ്ഡ് ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് കുക്കിംഗ് ഫ്യൂവൽ ആൻഡ് ടു കീപ് കുക്ക്ഡ് ഫുഡ് ഐറ്റം ഫ്രം ലോസിങ് ഹീറ്റ്. അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന ഫ്യൂവലില്ലേ, അതിൻ്റെ യൂസ് കുറക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ കുക്ക് ചെയ്ത ഫുഡിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നതാണ് ഹോട്ട് ബോക്സ്. In this food item can be kept without losing heat for an average of 8 hours. അതായത് 8 മണിക്കൂർ എന്താണ് 8 മണിക്കൂർ ഫുഡിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ ഇതിൽ സൂക്ഷിക്കാൻ പറ്റും. ഇഫ് വി പ്ലേസ് ഹാഫ് കുക്ക്ഡ് റൈസ് ഇൻസൈഡ് ദിസ് ബോക്സ് ദ ഫ്യൂവൽ റിക്വയർഡ് ടു കുക്ക് റൈസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഓൾമോസ്റ്റ് ബൈ ഹാഫ്. യു നോ ദാറ്റ് thermocol is used in the hot box. As it is a poor conductor, the heat loss through the conduction is reduced. Heat loss through the convection is reduced as the hot box is kept closed. അതായത് ഇതിലെന്താ ഈ ഹോട്ട് ബോക്സിൽ തെർമോക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. തെർമോക്കോൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് കണ്ടക്ഷൻ വഴിയുള്ള തെർമോക്കോൾ ഒരു പുവർ കണ്ടക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടക്ഷൻ വഴിയുള്ള ഹീറ്റ് ലോസ് ഇവിടെ നടക്കില്ല. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ബോക്സ് അടച്ചിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺവെക്ഷൻ വഴിയുള്ള ഹീറ്റ് ലോസ് ഇവിടെ നടക്കില്ല. ഹൗ ഈസ് ഹീറ്റ് ലോസ് അവോയ്ഡഡ് ഇൻ എ ഹോട്ട് ബോക്സ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ എങ്ങനെയാണ് ഹോട്ട് ബോക്സിൽ ഹീറ്റ് ലോസ് തടയുന്നത് അത് ഡിസ്കസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം തെർമോക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പുവർ കണ്ടക്ടറാണ്. അപ്പോൾ കണ്ടക്ഷൻ വഴിയുള്ള ഹീറ്റ് ലോസ് അവിടെ കുറയുന്നുണ്ട്. അതേപോലെ അടച്ച് സൂക്ഷിക്കുന്നതുകൊണ്ട് കൺവെക്ഷൻ വഴിയുള്ള ഹീറ്റ് ലോസും കുറയുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഐസ് ബോക്സ്. യു നോ ദാറ്റ് ഐസ് ഈസ് യൂസ്ഡ് ടു പ്രിസർവ് ഫുഡ് ഐറ്റംസ് ലൈക്ക് ഫിഷ്. നമുക്കറിയാം ഐസ് യൂസ് ചെയ്യുന്നത് ഫിഷ് പോലുള്ള ഫുഡ് ഐറ്റംസ് എന്താണ് പ്രിസർവ് ചെയ്യാൻ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
ഐസ് ബോക്സ് ഈസ് യൂസ്ഡ് ടു കീപ് ഐസ് ഫ്രം മെൽറ്റിംഗ് ടു ക്വിക്ക്ലി. അപ്പോൾ ഐസ് ബോക്സ് യൂസ് ചെയ്യണത് ഈ ഐസ് പെട്ടെന്ന് മെൽറ്റ് ആവും, പെട്ടെന്ന് ഉരുകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഐസ് ബോക്സ് യൂസ് ചെയ്യുന്നത്. ഷോൾ വി മേക്ക് ആൻ ഐസ് ബോക്സ്. നമുക്കൊരു ഐസ് ബോക്സ് ഉണ്ടാക്കിയാലോ? അപ്പം ഐസ് ബോക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്, പ്രൊസീജിയറും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് ടോപ്പിക് തേർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്. അതായത് സോളിഡിൻ്റെ തേർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ താപീയ വികാസം. ഡു സോളിഡ് എക്സ്പാൻഡ് വെൻ ഹീറ്റഡ്? ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. അതായത് സോളിഡിനെ ഹീറ്റ് ചെയ്താൽ അത് എക്സ്പാൻഡ് ആവും, അത് വികസിക്കും. നമുക്കൊരു എക്സ്പെരിമെൻറ്റിലൂടെ നോക്കാം. മെറ്റീരിയൽ റിക്വയർഡ്: എ ബാറ്ററി, എ ബൾബ്, എ കണക്റ്റിംഗ് വയർ, 2 അലുമിനിയം പ്ലേറ്റ്, എ കാൻഡിൽ, എ മാച്ച് ബോക്സ്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടത്? ഒരു ബാറ്ററി വേണം, ബൾബ് വേണം, കണക്റ്റിംഗ് വയർ വേണം, 2 അലുമിനിയം പ്ലേറ്റ് വേണം, കാൻഡിൽ വേണം, മാച്ച് ബോക്സ് വേണം. As shown in the figure, arrange an electric circuit on board using battery, bulb, connecting wire and 2 aluminum plate. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിലേതുപോലെ എന്താണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. ദ അലുമിനിയം പ്ലേറ്റ്സ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദി വയർ വെരി ക്ലോസ്ലി വിത്തൗട്ട് ടച്ചിങ് ഈച്ച് അതർ. ഹീറ്റ് ദ അലുമിനിയം പ്ലേറ്റ് യൂസിങ് ദ കാൻഡിൽ. വാട്ട് ഡിഡ് യു ഒബ്സർവ്? അപ്പോൾ ഈ 2 അലുമിനിയം പ്ലേറ്റ്സും പരസ്പരം ടച്ച് ചെയ്യാതെ അടുത്തടുത്തായി വെക്കുക. എന്നിട്ട് ഒരു കാൻഡിൽ യൂസ് ചെയ്തിട്ട് ആ അലുമിനിയം പ്ലേറ്റ്സ് ചൂടാക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യുക? അപ്പോൾ ഇവിടെ ഈ സർക്യൂട്ടിലുള്ള ബൾബ് എന്താണ് ഗ്ലോ ചെയ്യും. ഡിഡ് ദ ബൾബ് ഗ്ലോ? വൈ ഡിഡ് ദ ബൾബ് ഗ്ലോ? നോട്ട് ഡൗൺ യുവർ ഒപ്പീനിയൻ. അപ്പം ഇവിടെ ബൾബ് കത്തിയോ? കത്തിയില്ല. അപ്പം എന്തായിരിക്കും അതിനുള്ള കാരണം? വാട്ട് ഹാപ്പൻ ടു ദ അലുമിനിയം പ്ലേറ്റ് വെൻ ദേ വർ ഹീറ്റഡ്? ഇനി ഈ അലുമിനിയം പ്ലേറ്റിനെ ഹീറ്റ് ചെയ്തപ്പോൾ അതിന് എന്താണ് സംഭവിച്ചത്? അപ്പം എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. വെൻ ഹീറ്റഡ് ദേ എക്സ്പാൻഡഡ്, കെയിം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് കംപ്ലീറ്റ് ദ സർക്യൂട്ട്. അതായത് 2 അലുമിനിയം പ്ലേറ്റ്സ് പരസ്പരം ടച്ച് ചെയ്യാതെ അടുത്തടുത്തായിട്ടുണ്ട്. അപ്പം അതിനെ ചൂടാക്കുന്ന സമയത്ത് എന്താണ് 2 അലുമിനിയം പ്ലേറ്റ്സും എക്സ്പാൻഡ് ചെയ്തിട്ട് പരസ്പരം ടച്ച് ചെയ്തു. അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അങ്ങനെയാണ് ആ ബൾബ് പ്രകാശിച്ചത്. നൗ റിമൂവ് ദ കാൻഡിൽ ആൻഡ് ഒബ്സർവ് വാട്ട് ഹാപ്പൻ ടു ദ ഗ്ലോയിങ് ബൾബ്. ഇനി ആ കാൻഡിൽ റിമൂവ് ചെയ്യുക. അപ്പോൾ ആ കത്തുന്ന ബൾബിന് എന്താണ് സംഭവിക്കുക? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പോൾ എന്താണ് ആ ബൾബ് അണയും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? വൈ ഡിഡ് ദ സർക്യൂട്ട് ബിക്കം ഓപ്പൺ ഓർ കൂളിംഗ്? അപ്പോൾ ആ മെഴുകുതിരി നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ എന്താണ് ആ പ്ലേറ്റ്സ് കൂളായി. അങ്ങനെ സർക്യൂട്ട് ഡിസ്കണക്റ്റ് ആയി. അങ്ങനെയാണ് ബൾബ് ഓഫായത്. വെൻ ഹീറ്റ് ഈസ് ലോസ്റ്റ് ദ പ്ലേറ്റ് കോൺട്രാക്ട് and the circuit is disconnected and the bulb goes off. Write down your inference from this experiment. When heated, the aluminum plate gets expanded, the circuit is completed and thus bulb glows. അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് അലുമിനിയം പ്ലേറ്റ് എക്സ്പാൻഡ് ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി ബൾബ് ഗ്ലോ ചെയ്തു. വെൻ ഹീറ്റ് ഈസ് ലോസ്റ്റ് ദ പ്ലേറ്റ് കോൺട്രാക്ട് ആൻഡ് ദ സർക്യൂട്ട് ഈസ് ഡിസ്കണക്റ്റഡ് സോ ദ ബൾബ് ഗോസ് ഓഫ്. അതായത് തണുക്കുമ്പോൾ മെഴുകുതിരി അവിടുന്ന് മാറ്റുമ്പോൾ എന്താണ് അലുമിനിയം പ്ലേറ്റ് കൂളായി. അങ്ങനെ എന്താണ് അത് സങ്കോചിച്ചു. അങ്ങനെയാണ് ആ സർക്യൂട്ട് ഡിസ്കണക്റ്റ് ആയി. അങ്ങനെ ബൾബ് അണഞ്ഞു. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് കോപ്പർ ആൻഡ് അയൺ പ്ലേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് അലുമിനിയം. റെക്കോർഡ് ദ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി. എന്നിട്ട് ഈ എക്സ്പെരിമെൻറ്റ് കോപ്പറും അയൺ പ്ലേറ്റും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കണ്ടെത്തലുകൾ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സോളിഡ്സ് എക്സ്പാൻഡ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും, കൂൾ ചെയ്യുമ്പോൾ കോൺട്രാക്ട് ചെയ്യുമെന്ന് പറയാം. സോളിഡ് എക്സ്പാൻഡ് വെൻ ഹീറ്റഡ് ആൻഡ് കോൺട്രാക്ട് ഓൺ കൂളിംഗ്. അതിനെയാണ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ് എന്ന് പറയാം. വിച്ച് ആർ ദ സിറ്റുവേഷൻ യു ഹാവ് നോട്ടീസ്ഡ് ഇൻ ഡെയിലി ലൈഫ് റിലേറ്റഡ് ടു തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്? റൈറ്റ് ദം ഇൻ സയൻസ് ഡയറി. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് തെർമൽ എക്സ്പാൻഷനുള്ള സിറ്റുവേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹാവൻ യു സീൻ ദ വയേഴ്സ് ഓൺ ദി ഇലക്ട്രിക് പോൾ ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇലക്ട്രിസിറ്റി? വൈ ഡു ദീസ് വയേഴ്സ് ഗെറ്റ് സാഗ്ഡ് ഇൻ സമ്മർ? അതായത് സമ്മർ സീസണിൽ ഈ ഇലക്ട്രിക് വയേഴ്സ് ഇങ്ങനെ അയഞ്ഞു കിടക്കുന്നുണ്ടാവും. സാഗി എന്ന് പറഞ്ഞാൽ അയഞ്ഞു കിടക്കുക. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം ഈ തെർമൽ എക്സ്പാൻഷൻ തന്നെയാണ്. അതായത് സമ്മർ സീസണിൽ ഹീറ്റ്, ചൂട് കൂടുതലായിരിക്കും. അങ്ങനെ വയർ എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുന്നത്. Let's find out the reason behind this by analyzing the following situations. താഴെ 2 സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. അനലൈസ് ചെയ്തിട്ട് അതിനുള്ള കാരണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സിറ്റുവേഷൻ, എ വെരി ടൈറ്റ് പെൻ ക്യാപ്പ് ഈസ് റിമൂവ്ഡ് ബൈ ഹീറ്റിംഗ് ജെന്റ്ലി. അതായത് നല്ല ടൈറ്റ് ആയിട്ടുള്ള പെൻ ക്യാപ്പിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടാക്കിയാൽ മതി. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ആ പെൻ ക്യാപ്പ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ദ ടൈറ്റ് ലിഡ് ഓഫ് എ സ്റ്റീൽ ടിഫിൻ ബോക്സ് ഈസ് ഓപ്പൺ ബൈ ജെന്റിൽ ഹീറ്റിംഗ്. അതായത് ടൈറ്റായി അടഞ്ഞിട്ടുള്ള ഒരു സ്റ്റീൽ ടിഫിൻ ബോക്സിൻ്റെ ലിഡ് നമുക്ക് ഹീറ്റ് ചെയ്തിട്ട് ഊരാം. അപ്പോൾ അതിനുള്ള കാരണം ഇത് തന്നെയാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ അത് എക്സ്പാൻഡ് ആവും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക്
ഊരിയെടുക്കാൻ പറ്റും. ഇനി ഡു ലിക്വിഡ്സ് എക്സ്പാൻഡ് വെൻ ഹീറ്റഡ്. അപ്പോൾ സോളിഡ് എക്സ്പാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി ഇതുപോലെ ലിക്വിഡ്സും എക്സ്പാൻഡ് ചെയ്യും. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ത്രൂ എക്സ്പെരിമെൻറ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാം. മെറ്റീരിയൽ റിക്വയർഡ് ഇഞ്ചക്ഷൻ ബോട്ടിൽ, കോർക്ക് ദാറ്റ് ഫിറ്റ് ദ ഇഞ്ചക്ഷൻ ബോട്ടിൽ, ആൻഡ് എംപ്റ്റി റീഫിൽ ട്യൂബ് ഓഫ് പെൻ, എ ബൗൾ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഹോട്ട് വാട്ടർ അറ്റ് നോർമൽ ടെമ്പറേച്ചർ. അപ്പം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇഞ്ചക്ഷൻ ബോട്ടിൽ വേണം, അതിന് ഫിറ്റ് ആവുന്നൊരു കോർക്ക് വേണം, പിന്നെ ഒരു റീഫിൽ വേണം, റീഫിൽ ട്യൂബ്, എംപ്റ്റി ആയിട്ടുള്ള റീഫിൽ ട്യൂബ് വേണം, ഹോട്ട് വാട്ടർ, കൂൾ വാട്ടർ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ബൗൾ. ഇനി എക്സ്പെരിമെൻറ്റ് നോക്കാം. ഫിൽ ദ ഇഞ്ചക്ഷൻ ബോട്ടിൽ വിത്ത് വാട്ടർ ആൻഡ് ആഡ് സം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഗ്രാനുൾ. മേക്ക് എ സ്മോൾ ഹോൾ ഇൻ ദ റബ്ബർ കോക്ക്. ഫിക്സ് ദ റീഫിൽ ട്യൂബ് ഇൻ ദ ഹോൾ. ക്ലോസ് ദ ഇഞ്ചക്ഷൻ ബോട്ടിൽ വിത്ത് ദ കോക്ക്. അപ്പോൾ എന്താ, ഇഞ്ചക്ഷൻ ബോട്ടിൽ എടുക്കാം, അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ഗ്രാനുൾസ് ആഡ് ചെയ്യുക. എന്നിട്ട് എന്താണ്, അതിൻ്റെ കോർക്കിൻ്റെ മുകളിൽ എന്താണ് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ എംപ്റ്റി ആയിട്ടുള്ള റീഫിൽ ട്യൂബ് അതിൽ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ആ കോർക്ക് ആ ഇഞ്ചക്ഷൻ ബോട്ടിൽ വെച്ചിട്ട് അടക്കാം. എന്നിട്ട് tie a thread to mark the water level in the refill. Take hot water in the bowl and place injection bottle in it. എന്നിട്ട് ബൗളിൽ കുറച്ച് ഹോട്ട് വാട്ടർ എടുത്തിട്ട് ഈ ഇഞ്ചക്ഷൻ ബോട്ടിൽ അതിൽ വെക്കുക. What happened to the water level in the refill? Why? Wasn't this change caused by the expansion of water due to the heat received? അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ എന്താണ്, ആ റീഫില്ലിൽ കൂടെ ആ കളറുള്ള വാട്ടർ എന്താണ് മുകളിൽ കയറിപ്പോവും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇത് നടന്നത്? If the water in the injection bottle cool down, will the water level return to its initial position? What is your inference from this experiment? The water in the bottle expand and rush into refill, hence the water level rise. Water contract when it cool, hence the water level is restored. അതായത് ആ റീഫില്ലിൽ കൂടെ എന്താണ്, ആ കളറുള്ള വെള്ളം മുകളിലേക്ക് പൊന്തും. അതിനുള്ള കാരണം ഹോട്ട് വാട്ടറിൽ നിന്നുള്ള ഹീറ്റ് അത് അബ്സോർബ് ചെയ്തിട്ട് ആ ലിക്വിഡ് എന്താണ്, ആ ഇഞ്ചക്ഷൻ ബോട്ടിലെ ലിക്വിഡ് എക്സ്പാൻഡ് ആവും. അങ്ങനെയാണ് റീഫില്ലിലൂടെ അത് മുകളിലേക്ക് കയറുന്നത്. ഇനി അത് കൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് കൺട്രാക്റ്റ് ചെയ്യും. അങ്ങനെ അത് തിരിച്ച് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ ആ ലിക്വിഡ് എത്തും. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം, ലിക്വിഡും ഹീറ്റ് ചെയ്യുമ്പം എക്സ്പാൻഡ് ചെയ്യും, കൂൾ ചെയ്യുമ്പോൾ കൺട്രാക്റ്റ് ചെയ്യും. ഇതാണ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്. അപ്പോൾ ലിക്വിഡ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് കോൺട്രാക്ട് ഓൺ കൂളിംഗ്. നെക്സ്റ്റ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസിൻ്റെ. വെൻ ഹീറ്റഡ് ഡു gas undergo the same change as in the solid and liquid? Do gases also expand when heated? Let's do the experiment and find out. ഇനി ഇതുപോലെ സോളിഡും ലിക്വിഡും പോലെ ഗ്യാസും എക്സ്പാൻഡ് ആവാൻ നോക്കാം. അപ്പോൾ അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം? എൻ അലുമിനിയം ലാമ്പ്, പ്ലാസ്റ്റിക് ട്യൂബ്, ബോർഡ്, കളർഡ് വാട്ടർ, ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. Fix the plastic tube on the aluminium lamp as shown in the figure. Fix the remaining part of the tube in U shape on a board. Pour 2 or 3 drops of colored water into the plastic tube. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു അലുമിനിയം ലാമ്പ് എടുക്കുക. എന്നിട്ട് എന്താണ്, അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിലേതുപോലെ അതിൻ്റെ മുകളിൽ എന്താണ്, ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഫിക്സ് ചെയ്യാം. എന്നിട്ട് ആ ട്യൂബിൻ്റെ ഒരു ബോർഡ് എടുത്ത് യു ഷേപ്പിൽ അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. അതിനുശേഷം ആ ട്യൂബിലേക്ക് 2-3 തുള്ളി ഒരു കളേർഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതുപോലെയാണ് ചെയ്യേണ്ടത്. പ്ലേസ് ദ അലുമിനിയം ഇൻ ഹോട്ട് വാട്ടർ. വാട്ട് ഹാപ്പൻ വൈ? എന്നിട്ട് ഇനി ഈ അലുമിനിയം ലാമ്പിന് എന്താണ്, ഒരു ഹോട്ട് വാട്ടറിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പം ഈ അലുമിനിയം ലാമ്പിനെ ഹോട്ട് വാട്ടറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അതിലുള്ള എയർ എക്സ്പാൻഡ് ആവും. അങ്ങനെ ആ ട്യൂബിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള കളേർഡ് ആയിട്ടുള്ള വാട്ടർ എന്താണ്, മുകളിലേക്ക് മൂവ് ചെയ്യും. നോ പ്ലേസ് ദ അലുമിനിയം ലാമ്പ് ഇൻ ദി കോൾ. വാട്ട് ഡു യു ഒബ്സർവ് വൈ? ഇനി അതിനെന്താണ്, തണുത്ത വെള്ളത്തിലേക്ക് വെക്കുക. അപ്പോൾ എന്താ ഒബ്സർവ് ചെയ്യുന്നത്? അപ്പോൾ അത് തിരിച്ചെന്താ, പഴയ പൊസിഷനിലേക്ക് തന്നെ വരും. വെൻ ദ അലുമിനിയം ലാമ്പ് ബിക്കം ഹോട്ട്, ഡസിൻ ദ എയർ ഇൻസൈഡ് ഇറ്റ് also become hot? As this hot air expand, the colored water in the tube move upward. If so, what happened to the gas when they become cool? Colored water to move back in the tube and reach its initial position. അപ്പോൾ അത് കൂൾ ചെയ്താൽ എന്താണ്, കളർഡ് വാട്ടർ ബാക്കിലേക്ക് തന്നെ മൂവ് ചെയ്തിട്ട് ഇനീഷ്യൽ പൊസിഷനിലെത്തും. ആസ് ദി അലുമിനിയം ലാമ്പ് കൂൾ down, the air contract, causing the colored water to move back in the tube and reach the initial position. അതായത് അവിടുത്തെ എയർ എന്താ, കൂൾ ചെയ്യുമ്പം അതെന്താണ്, കൺട്രാക്റ്റ് ചെയ്യും. അങ്ങനെ ആ കളേർഡ് വാട്ടർ എന്താണ്, തിരിച്ച് ബാക്കിലോട്ട് തന്നെ പോയി ഇനീഷ്യൽ പൊസിഷനിലെത്തും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തും പറയാം, സോളിഡിനും ലിക്വിഡിനും പോലെ എയറും എന്താണ്, എയർ മീൻസ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള വസ്തുക്കളും എന്താണ്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം.
ചൂട് കിട്ടുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അത് തണുക്കുമ്പോൾ എന്താ കൺട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ഗ്യാസസ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് കൺട്രാക്ട് ഓൺ കൂളിംഗ്, അതിനെയാണ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിലെ ബാക്കി ടോപ്പിക്കുകളും പിന്നെ ലെറ്റ്സ് അസസും നമുക്ക് ഇതിൻ്റെ പാർട്ട് 3 വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.